पोयतिൻ്റെ आस्वादन टिप्पणी। श्रेष्ठ हिंदी गीतकार श्री आनंद बख्शी का जन्म सन 1930 को वर्तमान पाकिस्तान के റാവൽപിണ്ടി में हुआ। അപ്പോൾ ആദ്യം കവിനെ കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആദ്യം കവിനെ കുറിച്ച് ശ്രേഷ്ഠ ഹിന്ദി ഗീതകാരനായ ആനന്ദ ബക്ഷിയുടെ ജന്മം 1930 ഇപ്പോഴത്തെ പാകിസ്ഥാനായ റാവൽപിണ്ടിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഫല ആത്മി ഫിലിമെ ഉൻക പഥാർപ്പൺ ഹുവ. ഫല ആത്മി എന്ന് പറഞ്ഞാൽ ഒരു ഫിലിമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിം കൊടുത്തത്. ഉൻക പ്രസിദ്ധ ഗീത് ഹെ ഷോളെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു പാട്ടായിരുന്നു ഷോളെ എന്നുള്ളത്. അത് ഒരു ഫിലിമിൻ്റെ ഒരു പേരാണ്. ആ ഫിലിമിലാണ് ദോസ്തി എന്നുള്ള പാട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആ ഫിലിം എടുത്ത് നോക്കുവാണെങ്കിൽ, ഷോളെ ഫിലിം എടുക്കുവാണെങ്കിൽ ദോസ്തിയിലെ പാട്ട് കേൾക്കാം. ആ പാട്ട് അതിൻ്റെ വരികളാണ്. ഇസ് ഗീത് കാ സംഗീതകാർ R.D. ബർമൻ और പാർശ്വഗായക് കിഷോർ കുമാർ और മന്നാ ഡേ ഹെ. അപ്പം ഈ ഗീതത്തിൻ്റെ സംഗീതം ചെയ്തേക്കുന്നത് R.D. ബർമനും അതിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് കിഷോർ കുമാറാണ്. പിന്നെ മന്നാ ഡേ, ഇവരായിരുന്നു ആ സംഗീതം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദോസ്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹമാര ദോസ്തി ഹം നഹി തോടേങ്കെ. ഞങ്ങളുടെ കൂട്ട് ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മൃത്യു കി അവസർ പർ ബി തേരാ സാത്ത് നഹി ചോടേ. മരണം വരെ ഈ കൂട്ട് ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ദോസ്തി കോ ബനായ രഖനെ കെ ലിയെ ജാൻ ബി ദേനെ കെ ലിയെ യേ ദോ മിത്ര തയ്യാർ ഹെ. അപ്പോൾ ഈ ഫിലിമിൽ അങ്ങനെ തന്നെയാണ്. രണ്ടുപേരുടെയും കൂട്ട് പ്രാണൻ പോകുന്നത്, അതായത് രണ്ടുപേരുടെയും പ്രാണൻ ഒന്നാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പ്രാണനും ഒരേ ജീവനും എല്ലാം ഒന്ന് തന്നെയാണ്. ദോ മിത്ര, അങ്ങനെ കൈമാറ്റം ചെയ്യുവാൻ രണ്ട് കൂട്ടുകാരും തയ്യാറാണ്. ദോനോ ക ദുഃഖ് ഔർ ജാൻ ബി ഏക്. രണ്ടുപേരുടെ ദുഃഖവും ജീവനും ഒന്നാണ്. ദോനോ കി ദൃഷ്ടി ഏക് സമ. രണ്ടുപേരുടെയും കണ്ണുകൾ ഒന്നാണ്. സുഖ് ഔർ ദുഃഖ് ദോനോ ഏക് സാത്ത് രഹത്തെ. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒന്നിച്ചാണ്. दोनों कोशिश करते हैं कि मगर ईश्वर की कृपा हो तो यह दोस्ती इसी तरह आगे जाएगा रहेगा. അപ്പോൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന എന്താണ്? ഈശ്വരൻ്റെ കൃപ, ഈശ്വരൻ്റെ ദയ ഉണ്ടെങ്കിൽ ഈ കൂട്ട് എന്നും മുന്നോട്ട് പോകും. അത് ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. അതാണ് ഈ ദോസ്തി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണമെന്നത് കവി സംഗീതത്തിലൂടെയാണ് നമുക്ക് അത് പ്രദർശിപ്പിക്കുന്നത്.